വെൽക്കം ടു ലീൻ കോട്ടൺ ബാഗ്സ്. ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും. നമ്മുടെ മുന്നിൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാൻ പറ്റുന്ന ഒരുപാട് ബിസിനസ് സാധ്യതകളുണ്ട്. ആ സാധ്യതകളിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ് ലിസ ആപ്ലിക്കേഷൻ്റെ ലക്ഷ്യവും ഈ ചാനലിൻ്റെ ലക്ഷ്യവും. നമ്മൾ ഒരു ദിവസം ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഉൽപ്പന്നങ്ങളെ നമുക്കൊരു ബിസിനസ് സാധ്യതയാക്കി മാറ്റാം. അത് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ തുടങ്ങിക്കൊണ്ട് നിങ്ങളതൊരു എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് ആക്കി മാറ്റുവാൻ സാധിക്കും. സത്യത്തിൽ നമ്മളെല്ലാം ബ്രാൻഡുകളുടെ പുറകെയാണ്. ഇന്ന് എനിക്കൊരു കോൾ വന്നതാണ്. ഒരു ലേഡി ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നുണ്ട്. ശുദ്ധമായ രീതിയിൽ നല്ല ക്വാളിറ്റിയോടെ നിർമ്മിക്കുന്ന ഇഞ്ചിക്കറിയാണ്. അവർക്കത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, ഒന്ന് നിങ്ങളുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അത് ബ്രാൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വലിയൊരു കടല നമ്മുടെ മുമ്പിലുണ്ട്. പണ്ടുകാലം നമ്മൾ വീടുകളിൽ കൊണ്ടു കൊടുക്കണമായിരുന്നു, കടകളിൽ കൊണ്ടു കൊടുക്കണമായിരുന്നു. ഇപ്പോൾ അതല്ല, നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിർമ്മിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരുപാട് ടെക്നോളജികൾ, ഒരുപാട് ഷിപ്പിംഗ് ഏജൻസികളൊക്കെ ഉണ്ട്. ഷിപ്പ് പോക്കറ്റ് പോലുള്ള ഏജൻസികളൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ വന്ന് അവർ കളക്ട് ചെയ്ത് കസ്റ്റമേഴ്സിൽ എത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മാർക്കറ്റിംഗ് ഒരു പ്രശ്നമില്ല. അതേസമയം ഞാൻ മുമ്പ് പറഞ്ഞു, ബ്രാൻഡുകളുടെ പുറകെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇഞ്ചിക്കറി തന്നെ ഒരു പ്രമുഖ ബ്രാൻഡ് നിർമ്മിച്ചിട്ട് പത്രങ്ങളിലും ടി വിയിലുമൊക്കെ പരസ്യം ചെയ്താൽ നമ്മൾ അതിനെ പുറകെ പോകും. കാരണം ഈ അടുത്തുണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുണ്ടാക്കിയിരിക്കുന്ന ഈ ലേഡി നിർമ്മിക്കുന്ന ഇഞ്ചിക്കറി വാങ്ങാൻ തയ്യാറാകത്തില്ല. ബ്രാൻഡുകളുടെ പുറകെ പോകുന്നത് കൊണ്ട് നമ്മൾ അത് കഴിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അസുഖക്കാരായി മാറും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം നമ്മുടെ അടുത്ത വീട്ടിലുണ്ടാക്കുന്ന ഒരു ലേഡി അതൊരു 2 കിലോ 5 കിലോ ഒക്കെയാണ് നിർമ്മിക്കുന്നത്. അത് ശുദ്ധമായ രീതിയിൽ അവരുടെ സഹോദരങ്ങൾക്കോ മക്കൾക്കോ കൊടുക്കുന്ന രീതിയിലാണ് നിർമ്മിക്കുന്നത്. പക്ഷേ ബ്രാൻഡുകൾ അങ്ങനെയല്ല. ബ്രാൻഡുകൾ ബൾക്ക് പർച്ചേസ് ആണ്, ബൾക്ക് മാനുഫാക്ചറിങ് ഒക്കെയാണ്. അപ്പോൾ അതിനകത്ത് പ്രിസർവേറ്റീവ് ചേർക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്തെങ്കിലും ഒരു ചെറിയ പാകപ്പിഴ വന്നു കഴിഞ്ഞാൽ അത്ര ലോട്ടും വെറുതെ പോകും, കോടികളുടെ നഷ്ടം വരും. അതുകൊണ്ട് ആ ബ്രാൻഡുകളുടെ പുറകെ പോകാതെ ഇതുപോലെയുള്ള നമ്മുടെ സഹോദരങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിലൂടെ അവർക്കൊരു വരുമാന മാർഗം സൃഷ്ടിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ശുദ്ധമായ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്കും മാരക രോഗങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതിനെ ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലിസ ആപ്ലിക്കേഷൻ മുന്നിട്ട് പ്രവർത്തിക്കുന്നത്. നിങ്ങളുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയും ആ കസ്റ്റമേഴ്സ് ഉപയോഗിക്കുമ്പോൾ, അതായത് നിങ്ങളുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സ് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു വരുമാനം ജനറേറ്റ് ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സിന് സാധിക്കും. ആ ജനറേറ്റ് ചെയ്ത വരുമാനം അവർക്കൊരു സ്ഥിര വരുമാനമാക്കി മാറ്റുവാൻ ലിസ ആപ്ലിക്കേഷന് സാധിക്കും. അതാണ് ലിസ ആപ്ലിക്കേഷൻ്റെ ഒരു സ്ട്രാറ്റജി. നമ്മളൊരു പലചരക്ക് കടയിലോ സൂപ്പർ മാർക്കറ്റിലോ പോയി സാധനം വാങ്ങുമ്പോൾ 2000 രൂപ ബില്ലായിരുന്നു കൂട്ടിക്കും. ഈ 2000 രൂപ ബില്ല് അവർ ഈടാക്കുമ്പോൾ നിങ്ങൾക്ക് 1 രൂപ പോലും തിരിച്ചു തരത്തില്ല. ഓഫറുകൾ ഇടും. അതായത് റിലയൻസ് പോലുള്ള വലിയ വലിയ കമ്പനികൾ ഓഫറുകൾ ഇടും. ഓഫറുകൾ ഇടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി ഞാൻ പറഞ്ഞു ബൾക്ക് പർച്ചേസ് ആണ്. ബൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെയാണോ മാനുഫാക്ചർ ചെയ്യുന്നത്, എവിടെയാണോ ഉൽപ്പാദിപ്പിക്കുന്നത്, അവിടെ നിന്നും വാങ്ങുന്നത് കൊണ്ട് ഈ പറയുന്ന ചെറിയ തുച്ഛമായ വിലയ്ക്കാണ് ഇവർക്ക് കിട്ടുന്നത്. ആ തുച്ഛമായ വിലയിൽ നിന്നും എത്രയോ ഇരട്ടിയാണ് നിങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ കസ്റ്റമേഴ്സിൽ എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ തുച്ഛമായ വിലയിൽ നിന്നും അവരുടെ ലാഭവും അവരുടെ അനുബന്ധ കാര്യങ്ങളും കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ഓഫർ എന്ന നിലയിൽ തരാൻ പറ്റുന്ന ഒരു പ്രൈസ് അവരുടെ കയ്യിലുണ്ടാവും. ആ പ്രൈസാണ് നിങ്ങൾക്ക് ഓഫറായിട്ട് തരുന്നത്. ഈ ഓഫർ കണ്ടുകൊണ്ട് നിങ്ങൾ പോയി ഈ പറയുന്ന പ്രിസർവേറ്റീവ് ചേർത്ത പ്രോഡക്റ്റുകൾ നിങ്ങൾ വാങ്ങാൻ തയ്യാറാകുന്നതാണ് നമ്മൾ സത്യത്തിൽ അടിമ എന്ന് പറയുന്നത്. അതായത് ബ്രാൻഡുകളുടെ പുറകെ പോകുന്ന അടിമകൾ എന്ന് പറയുന്നത്. ഇനിയും നമ്മൾ തിരിച്ചറിയേണ്ട സമയം കഴിയും. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടില്ലേ, കിഡ്നി പേഷ്യൻ്റായിട്ട് മറ്റൊരാളോട് സഹായം ചോദിക്കുന്ന അവസ്ഥ, ക്യാൻസർ പേഷ്യൻ്റായിട്ട് മറ്റൊരാളോട് സഹായം ചോദിക്കുന്ന അവസ്ഥ. ഇനി അത് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ശുദ്ധമായ സാധനം വാങ്ങാനായിട്ട് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ ഈ ശുദ്ധമായ സാധനം നമ്മളുടെ സഹോദരങ്ങൾ തന്നെ, ലിസ ആപ്ലിക്കേഷനിൽ അംഗമായിരിക്കുന്ന സഹോദരങ്ങൾ തന്നെ നിങ്ങൾക്ക് നിർമ്മിച്ചു തരും.
അപ്പോൾ അവർക്കൊരു വരുമാനമാകും, നിങ്ങൾക്ക് ശുദ്ധമായ സാധനം ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത്. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു വലിയ ബിസിനസ്. ആ ബിസിനസ് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതായിരിക്കും നിങ്ങളെ ചിലപ്പോൾ ഭാവിയെ മാറ്റിമറിക്കുന്നത്. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയുടെ ബിസിനസ് സാധ്യത എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. നിങ്ങൾക്ക് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പോൾ അങ്ങനെയല്ല, പോർട്ടബിൾ ആയിട്ടുള്ള മെഷീനുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യുന്നത് പോർട്ടബിൾ മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ബിസിനസ് സർക്കിൾ ഉണ്ടാക്കുക. ബിസിനസ് സർക്കിൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ വീടിനടുത്തുള്ള പ്രദേശങ്ങളിലുള്ള ആൾക്കാരെ ഞാനിങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് വഴി നിങ്ങൾക്ക് അറിയിക്കാം. ചെറിയൊരു നോട്ടീസ് അടിച്ചിട്ട് ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ ഏത് രീതിയിലാണോ ഉണ്ടാക്കുന്നത്, എത്ര ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്നത്, നിങ്ങളുടെ ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ അതിനകത്ത് സംഭവിക്കുന്നുണ്ട്. നിങ്ങളിത് ഇതിനകത്ത് വില കൂടി കൊടുത്താലും, അതായത് ബ്രാൻഡഡ് പ്രോഡക്റ്റിന് പല ആൾക്കാരും പറയും വെളിച്ചെണ്ണ മാർക്കറ്റിൽ കിട്ടുന്ന വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നത്. കാരണം എന്താണ്? അതിനകത്ത് ഈ പറയുന്ന പ്രിസർവേറ്റീവും ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് കിട്ടുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സിന് ഈ പറയുന്ന ശുദ്ധമായ സാധനം വാങ്ങുമ്പോൾ നിങ്ങൾക്കും അതിൻ്റെ ഒരു ഓഹരി ലാഭവിഹിതമായിട്ട് ഞങ്ങൾ തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വീടുകളിലൂടെയും ആൾക്കാരുടെ കൂടെയും നമുക്ക് കൊടുക്കുവാണെങ്കിൽ, ഒരു നോട്ടീസ് പോലെ കൊടുക്കുവാണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ആൾക്കാർ വരും. 1000 പേരിലേക്ക് നമുക്കൊരു നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നമുക്കൊരു 100 പേരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. 100 പേരിലേക്ക് കൊടുക്കുമ്പോൾ നമുക്കൊരു 10 പേരെ അതിൽ നിന്ന് നമുക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ സാധിക്കും. അതിനകത്ത് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ് ഉള്ള ഒരു ലെവലിൽ ജീവിക്കുന്നവരുണ്ട്. സാധാരണ കുടുംബത്തിൽ ഏകദേശം 1 ലിറ്റർ വെളിച്ചെണ്ണ ഒരു മാസം ഉപയോഗിക്കുമ്പോൾ അപ്പർ ക്ലാസ്സിൽ 5 ലിറ്റർ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട സാഹചര്യമാണ്. കാരണം സാധാരണക്കാർ ഉപയോഗിക്കുന്നത് പോലെ അല്ല അവർ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അവർക്ക് വറക്കണം, 4 മണിക്ക് സ്നാക്സ് ഉണ്ട്, രാവിലെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ചിക്കൻ വറക്കണം. അപ്പം അവർക്ക് 5 ലിറ്റർ വെളിച്ചെണ്ണ ഒരു മാസം വേണ്ടി വരും. നിങ്ങളിങ്ങനെ അറിയിക്കുമ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്ന എൻക്വയറീസ് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾ ഒരു പോർട്ടബിൾ മെഷീൻ വാങ്ങുക. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എണ്ണ ഉൽപ്പാദിപ്പിച്ച് ഈ പറയുന്ന ആൾക്കാരിലേക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ടായി. നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ എത്രമാത്രം ശുദ്ധമാണെന്ന് പല ആൾക്കാർക്കും മനസ്സിലാവും. ഇച്ചിരി വില കൂടിയാലും കുഴപ്പമില്ല, നല്ല സാധനം കിട്ടുമല്ലോ. അതുമാത്രമല്ല, നല്ല സാധനം കിട്ടുമ്പോൾ ഈ പറയുന്ന അതിൻ്റെ ലാഭവിഹിതവും എനിക്കും കിട്ടുമല്ലോ. അങ്ങനെ ചിന്തിക്കാൻ ജനങ്ങൾ പ്രേരിതരാകും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ബിസിനസ് അവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തെന്താ, ഒരു നോട്ടീസ് തയ്യാറാക്കി വീടുകളിൽ കൂടി നമ്മൾ വിതരണം ചെയ്യും. മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ് ഉള്ള ലെവലിലുള്ള ആൾക്കാരെ ക്യാൻവാസ് ചെയ്യും. ഒരു വീട്ടിൽ ചിലപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒക്കെ നിൽക്കേണ്ടി വരും. നമ്മളൊരു നോട്ടീസ് കൊടുക്കും, ഇതെന്താണ് കാരണം, എന്താണ് സാധനം എന്ന് പറയുമ്പോൾ ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് വഴി ഉണ്ടാകുന്ന ഗുണം എത്രമാത്രം വലുതാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ അവർ റെഗുലർ കസ്റ്റമറാണ് അവർ സത്യത്തിൽ. അപ്പം നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെറിയ രീതിയിൽ അവിടെ സ്റ്റാർട്ടാവും. മുമ്പേ പറഞ്ഞ പോലെ പോർട്ടബിൾ മെഷീൻ മേടിക്കുക, തേങ്ങ ഹോൾസെയിലായിട്ട് കിട്ടുന്നിടത്തുനിന്ന് മേടിക്കുക, അത് പൊട്ടിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി അത് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒരു 5 കിലോ 10 കിലോ കിട്ടുന്ന പോർട്ടബിൾ മെഷീനൊക്കെ അവൈലബിൾ ആണ്. ഓർഡർ കൂടി വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡ്രയർ വാങ്ങാം, മെഷീൻ്റെ കപ്പാസിറ്റി കൂട്ടാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു വലിയ ബ്രാൻഡഡ് ആയിട്ട് മാറുവാൻ സാധിക്കും. എന്നാലും നിങ്ങളോട് പറയാം, ബ്രാൻഡായി കഴിയുമ്പം ഈ പറയുന്ന മായം ചേർക്കാൻ പോകരുത്. അത്രയും നാൾ വളർത്തിയെടുത്ത ബിസിനസ് നിങ്ങൾക്ക് പ്രതിസന്ധികളുണ്ടാകുമ്പോൾ അത് തകർന്നു പോകും. പിന്നെ കിടന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ കൊടുക്കുമ്പോൾ നല്ല സാധനം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഒന്നുകൂടി പറയുന്നു, നല്ല സാധനങ്ങൾ ഉപയോഗിക്കാനായിട്ട് ആൾക്കാരുണ്ട്, സമൂഹത്തിൽ ആൾക്കാരുണ്ട്.
നമ്മളെ ബ്രാൻഡഡ് ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നില്ലേ, ബ്രാൻഡഡ് ഷൂകൾ ഉപയോഗിക്കുന്നില്ലേ? അപ്പം 300 രൂപയ്ക്ക് നമുക്ക് ഷൂ കിട്ടും, 3000 രൂപയ്ക്ക് ഷൂ കിട്ടും, 25,000 രൂപയ്ക്ക് ഷൂ കിട്ടും. എന്തുകൊണ്ടാണ് 25,000 രൂപയുടെ ഷൂ ഇടുന്നത്? പിന്നെ 300 രൂപയുടെ ഷൂ ഇട്ടാൽ പോരെ? 25,000 രൂപയുടെ ഷൂ ആകുമ്പം അത് ബ്രാൻഡഡ് ആണ്, ക്വാളിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ ഈ 25,000 രൂപയുടെ ഷൂ ഉപയോഗിക്കുന്നവർ ഉള്ളിലേക്ക് കഴിക്കുന്ന ഉൽപ്പന്നങ്ങൾ ശുദ്ധമാണോ എന്നുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് 25,000 രൂപയുടെ ഷൂവ് അധിക കാലം ഇടാൻ സാധിക്കത്തില്ല, കുറച്ച് നാളെ ഇടാൻ സാധിക്കത്തുള്ളൂ. അതിനുശേഷം നമ്മളെല്ലാം ഹോസ്പിറ്റലുകളിലായി പോകും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ വെളിച്ചെണ്ണ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ A to Z കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി, അതെന്നാ വിലയ്ക്ക് കിട്ടും. 2, നമ്മുടെ ലേബർ കോസ്റ്റ്. എന്ത് പരിപാടി ചെയ്താലും നമ്മൾ അതിനകത്ത് ലേബർ കോസ്റ്റ് നമുക്ക് ആഡ് ചെയ്യണം. കറണ്ടിൻ്റെ ചാർജ്, ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന് റേറ്റ് ഇടുക. റേറ്റ് ഇട്ടതിന് ശേഷം നമ്മുടെ ലിസ ആപ്ലിക്കേഷൻ്റെ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ രൂപീകരിക്കുന്നുണ്ട്. പല ആൾക്കാരും എന്നോട് ചോദിക്കും ലിസ ആപ്ലിക്കേഷൻ ലിങ്ക് ഇടാത്തത് എന്താണ്. ലിസ ആപ്ലിക്കേഷൻ ലിങ്ക് ഉടൻ തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു. നേരത്തെ ഞാൻ ട്രയൽ റണ്ണായിട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. അതിൽ നിന്ന് കുറച്ച് എൻക്വയറീസ് വന്നു. ആ എൻക്വയറീസ് നമ്മളിപ്പോഴും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം നമ്മളത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ ലിസ ആപ്ലിക്കേഷൻ ലിങ്ക് വരുന്നുണ്ട്. നിങ്ങൾക്കത് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ വരുമാനം നിങ്ങൾക്ക് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് നിർമ്മിക്കാൻ പറ്റും. ലിസ ആപ്ലിക്കേഷൻ ജോയിൻ ചെയ്തിരിക്കുന്ന സഹോദരങ്ങളിലൂടെ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്കും ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാൻ സാധിക്കും. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്. എല്ലാ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനികളും, ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനികളും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുന്ന ഗൂഗിള്, അത് ചെറിയൊരു കാർ ഷെഡിൽ വന്ന സാധനമാണ്. അതുപോലെ തന്നെ നമ്മൾ KFC ചിക്കൻ, നമ്മൾ പോകുന്ന വഴിക്കെല്ലാം KFC ചിക്കൻ കാണുന്നുണ്ട്. അത് എല്ലാ ബിസിനസ്സും ചെയ്ത് പൊട്ടിപ്പൊളിഞ്ഞ് 65-ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ്സാണ്. ഇപ്പം ലോകം മൊത്തം ഉണ്ട്. എല്ലാ ആൾക്കാരുടെയും ഏറ്റവും വലിയ കമ്പനിയായ റിലയൻസ് ഏത് രീതിയിലാണ് ചെറിയൊരു ബിസിനസ്സിലൂടെ വന്ന ആൾക്കാരാണ്. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കും വലിയൊരു ബിസിനസ്സാക്കി മാറ്റുവാൻ സാധിക്കും. ഏണിങ്സ് വന്നു കഴിയുമ്പോൾ നമുക്കതിൻ്റെ രീതികൾ മാറ്റാൻ സാധിക്കും. മറ്റുള്ള ബിസിനസ്സുകളെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള പ്രോഡക്റ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ സാധിക്കും. എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്ക് ഏണിങ്സ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പോർട്ടബിൾ മെഷീൻ മേടിക്കുന്നത്. ഏണിങ്സ് കൂടുമ്പോൾ നമ്മൾ അതിൻ്റെ കപ്പാസിറ്റി കൂട്ടും, വലിയൊരു യൂണിറ്റായി മാറും, വലിയൊരു കമ്പനിയായി മാറും, വലിയൊരു ബ്രാൻഡായി മാറും. അതുപോലെ തന്നെ കൊക്കോകോള കമ്പനി ആദ്യം കൊക്കോകോള ചെയ്തു, അത് കഴിഞ്ഞ് എത്ര പ്രോഡക്റ്റുകളാണ് ഇപ്പോൾ അവർ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും സാഹചര്യത്തിനും സാധ്യതയ്ക്കും അനുസരിച്ചുള്ള ജനങ്ങൾക്ക് ആവശ്യമായ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു വലിയ കമ്പനി സൃഷ്ടിക്കാൻ പറ്റും. ഒരു ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നതും മറ്റുള്ളവർക്ക് ജോലിക്ക് പോകുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം വരും. ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ തുച്ഛമായ ശമ്പളത്തിൻ്റെ കാര്യങ്ങൾ മൂവ് ചെയ്യേണ്ടി വരും. പിള്ളേരുടെ പഠനമൊക്കെ ആയി കഴിയുമ്പോഴത്തേന് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ പോർട്ടബിൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പോർട്ടബിൾ മെഷീനെ സ്റ്റാർട്ട് ചെയ്തു. അടുത്തത് നിങ്ങൾക്ക് ഒരു ഹൈ HP ഉള്ള ഒരു മെഷീനാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റി കൂടിയുമ്പോൾ നിങ്ങളുടെ ഏണിങ്സ് വരുമാനം കൂടുമ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യം വ്യത്യാസം വന്നു. അതിനെല്ലാം നമുക്ക് ലിസ ആപ്ലിക്കേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല, നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ശുദ്ധമാണെങ്കിൽ അത് എക്സ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനവും ലിസ നിങ്ങൾക്ക് ചെയ്തു തരും. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റുകളിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ, അതായത് എസ്റ്റാബ്ലിഷ്ഡ് ആക്കി മാറ്റുന്നതിനുള്ള സാമ്പത്തിക സഹായവും നമ്മുടെ ലിസ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് കുറച്ച് സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി എല്ലാം നമ്മൾ നോക്കിയതിന് ശേഷമാണ് അതങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു മാസം ഒരു വീട്ടിൽ 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് സാധാരണക്കാരൻ ഉപയോഗിക്കുന്നത്. ഹൈപ്പർ ക്ലാസ് അല്ലെങ്കിൽ കുറച്ചുകൂടി സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിൽ ഉപയോഗിക്കുന്നത് 5 ലിറ്ററാണ്. 5 ലിറ്റർ വെളിച്ചെണ്ണ ഉറപ്പായിട്ട് തീരും, 100%. കാരണം എനിക്ക് അനുഭവമുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പരിസര പ്രദേശത്ത് തന്നെ നിങ്ങൾക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാം. കാരണം പൈസയുള്ളവർക്ക് ശുദ്ധമായ സാധനം കിട്ടിയാൽ മതി.
സാധാരണക്കാരൻ ബ്രാൻഡുകളുടെ പുറകെ പോകുന്നു, അവനെ അതിലേക്ക് ആകർഷിക്കുകയാണ്. കാരണം വിലക്കുറവാണ്, കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ കൊടുത്ത് അതിലേക്ക് ആകർഷിക്കുകയാണ്. എന്നാൽ നമ്മൾ ചെയ്യുന്നത് വില കൂടിയ സാധനം തന്നെ, അതായത് ഹൈ ക്ലാസ് ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനം തന്നെ നമ്മൾ കൊടുക്കുകയാണ് സാധാരണക്കാർക്ക് കൊടുത്തിട്ട് അതിൻ്റെ ലാഭവിഹിതം ഈ സാധാരണക്കാരനും നമുക്ക് അവകാശപ്പെട്ടതാണ് എന്ന രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. നിങ്ങളും വെളിച്ചെണ്ണ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഉടനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വഴി നമുക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനും എല്ലാം ഉള്ള ഐഡിയാസുകളും സഹായങ്ങളും ചെയ്തു തരും. നിങ്ങൾ ഒരു ഉൽപ്പന്നം നിർമ്മിക്കാനായിട്ട് മാനസികമായിട്ട് തയ്യാറായാൽ മതി. നമ്മുടെ ജീവിത സാഹചര്യം നമ്മൾ മാറ്റണം. കഴിഞ്ഞ ദിവസം 2 കുട്ടികളും ഒരു അമ്മയും ആത്മഹത്യ ചെയ്തതുപോലെ ചെയ്യേണ്ട ആൾക്കാരല്ല നമ്മൾ. നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് ചെയ്യാനുള്ള മനസ്സുണ്ട്, ഏണിങ്സ് കണ്ടെത്താനുള്ള ആഗ്രഹമുണ്ട്. ആ കാര്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു സംവിധാനത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. പണമുണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ വിലയുള്ളൂ. പണമില്ലാത്തവരെ ആരും തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ നിങ്ങൾ ആ പണം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ കഴിക്കുന്ന, നിങ്ങളുടെ മുന്നിലുള്ള, നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ തന്നെ നിങ്ങൾക്ക് ഒരു ബിസിനസ്സാക്കി മാറ്റാം. മുമ്പേ പറഞ്ഞതുപോലെ 1 കിലോയിൽ നിന്നും 1000 കിലോയിലേക്ക് വരാൻ വലിയ താമസമൊന്നും വേണ്ട. സാധനം നല്ലതാണെങ്കിൽ അത് വാങ്ങാൻ ആൾക്കാരുണ്ട്. ഓക്കെ, താങ്ക് യു.